ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യയുടെ വെറ്ററൻ താരം കൂടിയായ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ 2020 ക്രിക്കറ്റിൽ നിന്നും രോഹിത് ശർമ്മ വിരമിച്ചിരുന്നു. എങ്കിലും ഏകദിന ക്രിക്കറ്റിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിട്ട് ഈ അടുത്ത നാളുകളിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഫോമും പ്രകടനവും ഒക്കെ മോശമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം? KC ഉണ്ണികൃഷ്ണൻ. MS അപ്രതീക്ഷിതമായാണ് ഇപ്പോൾ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യൻ നായകൻ നടത്തിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യം. ഈ അടുത്ത മാസം മുതൽ തുടങ്ങാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി രോഹിത്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. ആ രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വിരമിക്കൽ രോഹിത് ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 20-ന് ഇംഗ്ലണ്ടിലൊരു 5 ടെസ്റ്റ് പരമ്പര അടങ്ങുന്ന 5 മത്സരം അടങ്ങുന്ന ഒരു പരമ്പര നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ചില അഭ്യൂഹങ്ങൾ രോഹിത്തിനെ ടീമിലുണ്ടായാലും മോശം പ്രകടനം കണക്കിലെടുത്തുകൊണ്ട് ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അപ്രതീക്ഷിതമായി ഈ ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം രോഹിത് ശർമ്മ ഇന്ത്യൻ നായകൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഹിറ്റ്മാൻ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. ഏകദിന ക്രിക്കറ്റിൽ തുടരുമെന്നും രോഹിത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ 2020 മത്സരങ്ങളിൽ നിന്ന് 2020 ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ വിരമിച്ചിരുന്നു. അതിന് പിന്നാലെ ടെസ്റ്റിലും ഏകദിനത്തിലും തുടരുമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും ഏകദിന മത്സരത്തിൽ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കായി 67 മത്സരം കളിച്ച ഏറ്റവും മികച്ച ഒരു ബാറ്റ്മാൻ എന്ന രീതിയിൽ, ഒരു നായകൻ എന്ന രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമെന്ന് തന്നെ രോഹിത് ശർമ്മയെ വിശേഷിപ്പിക്കാം. 12 സെഞ്ചുറി ഉൾപ്പെടെ 4301 റൺസാണ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഹിറ്റ്മാൻ ടെസ്റ്റ് ക്രിക്കറ്റ് കളമൊഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. നേരത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ ഒരു മോശം ഫോം പുലർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ടീമിന് മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സീരീസിൽ, അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനായുള്ള ആ മത്സരങ്ങളിൽ വളരെ മോശം രീതിയിൽ മാത്രമായിരുന്നു ടീം കളിച്ചിരുന്നത്. മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ടീമിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതെല്ലാം തന്നെ ഉണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം, അപ്രതീക്ഷിതമായി തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. എന്തായാലും അടുത്ത മാസം ജൂണിൽ ഇംഗ്ലണ്ടിൽ ഒരു മത്സരം, ഒരു സീരീസ് നടക്കാനിരിക്കുകയാണ് അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. MS ടീമിന്റെ വെറ്ററൻ താരം രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ 2020 ക്രിക്കറ്റിൽ നിന്നും രോഹിത് ശർമ്മ വിരമിച്ചിരുന്നു. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് തുടരുമെന്നാണ് രോഹിത് ശർമ്മ അറിയിച്ചിരിക്കുന്നത്. ഓർക്കുക, രോഹിത് ശർമ്മയുടെ ശ്രദ്ധേയമായ ടെസ്റ്റ് കരിയർ ജീവിതം. ടെസ്റ്റിൽ നിരവധി മികച്ച ഇന്നിങ്സുകൾ അദ്ദേഹം പടുത്തുയർത്തിയിരുന്നതിൻ്റെ ചരിത്രം ക്രിക്കറ്റിൻ്റെ ചരിത്ര പുസ്തകത്താളുകളിലുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള സൂചനകൾ വരുന്നു. എങ്കിൽ പോലും ഓർക്കുക, അവസാനത്തെ 2 ടെസ്റ്റ് പരമ്പരകളിലെ മോശം ഫോം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഈ തീരുമാനത്തിൻ്റെ പിറകിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള പരമ്പരയിൽ ഫോം കണ്ടെത്താൻ കഴിയാതെ രോഹിത് സ്വയം അവസാന മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 67 മത്സരങ്ങൾ കളിച്ച രോഹിത് ശർമ്മ 12 സെഞ്ചുറിയും ഒരു ഇരട്ട സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ആ ഒരു ചരിത്രത്തിൻ്റെ മുകളിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.